കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ MSC എൽസ-3 മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ നൽകിയ പൊതു താൽപ്പര്യ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അപകടവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതുൾപ്പെടെ സർക്കാർ കോടതിയെ അറിയിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അപകടത്തിന്റെ വിശദാംശങ്ങൾ പൊതുമധ്യത്തിൽ ലഭ്യമാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. കേസിൻ്റെ ഹൈക്കോടതിയിലെ വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരും. അതുപോലെ കേസെടുക്കാൻ വൈകിയതിൽ, നേരത്തെയുള്ള കപ്പൽ മുങ്ങിയതിൽ കേസെടുക്കാൻ വൈകിയതിൽ വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തറും തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ആദ്യം ശ്യാംകുമാറിലേക്ക്. ശ്യാം, ഈ കേസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലാണോ വരിക? പറയൂ. SKN ഇന്ന് കേസ് ഹൈക്കോടതി പരിഗണിക്കും. കാരണം നേരത്തെ തന്നെ ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപായാണ് ഇന്നലെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ആദ്യ FIR കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. സ്വാഭാവികമായും ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ കോടതി ഈ വിഷയത്തിൽ കേസ് എടുത്തില്ലേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത് സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുമായിരുന്നു. അതുകൂടി മുൻകൂട്ടി കണ്ടാണ് ഇന്നലെ ലഭിച്ച ആദ്യ പരാതിയിൽ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇന്ന് കേസ് പരിഗണിക്കുന്നത് മറ്റൊരു വിഷയത്തിലാണ്. കപ്പൽ അപകടത്തിന് ശേഷം തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ്. അത് വലിയ പാരിസ്ഥിതികാഘാതം ഉണ്ടാക്കുന്നു, മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിൽ പലതിലും സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ ഉത്തരം നൽകാതെ വിവരങ്ങൾ മറച്ചുവെക്കുന്നു. അതിൽ വ്യക്തത തേടിയാണ് TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ പരാതികൾ ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മുന്നിൽ എത്താനുള്ള സാധ്യതയും തെളിയുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഹൈക്കോടതിയിലേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ അപകടത്തിന് പിന്നാലെ കടലിൽ എന്ത് സംഭവിച്ചു എന്നത് ഒരുപക്ഷെ ഇന്ന് ഹൈക്കോടതിയിൽ പ്രാഥമികമായെങ്കിലും സർക്കാരിന് പറയേണ്ടി വരും. അതിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തമാകും. സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തർ കൂടി ചേരുകയാണ്. ഷെഫീദ്, യഥാർത്ഥത്തിൽ ആദ്യത്തെ കപ്പൽ മുങ്ങിയതിൽ കേസെടുക്കാൻ വൈകി എന്നുള്ളത് ഇപ്പോൾ ഒരു വിവാദമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഈ MSC എൽസ-3 കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ നിലപാട് നിലവിലിപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല, കേസെടുക്കേണ്ടതില്ല. കാരണം DG ഷിപ്പിങ്ങും സംസ്ഥാന സർക്കാരും നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ വന്ന കുറിപ്പിലടക്കം അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സംസ്ഥാന സർക്കാരുമായി, പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖവുമായി വലിയ അലയൻസിൽ പോവുകയാണ്. അതുകൊണ്ട് തൽക്കാലം കേസെടുക്കേണ്ടതില്ല, പകരം നമുക്ക് ക്ലെയിം വാങ്ങിയെടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ അതിന് പിന്നാലെയാണ് നമ്മളുടെ കപ്പൽ ചാലിൽ തന്നെ മറ്റൊരു കപ്പലിന് തീപിടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്നത്. പ്രതിപക്ഷമടക്കം ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് MSCയോട് താല്പര്യമുണ്ടോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യമടക്കം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കേസെടുക്കാൻ തീരുമാനിക്കുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നു. ഈ കേസെടുത്തതിന് ശേഷം നമ്മൾ സംസ്ഥാന സർക്കാരുമായി പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചൊരു വിവരം, കേസെടുക്കാൻ സംസ്ഥാനത്തിന് നിയമോപദേശം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ജനറലിൻ്റെ. അത് ഏത് ഘട്ടത്തിലെന്ന് വെച്ചാൽ നിലവിലിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും കേന്ദ്ര സർക്കാരാണ്. മാത്രവുമല്ല, ഏതെങ്കിലും ബാധിക്കപ്പെട്ടവരുടെ, ഒരു മത്സ്യത്തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ ഈ കപ്പലപകടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോസിൽ ബാധിക്കപ്പെട്ടവരുടെ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം എന്നുള്ള നിയമോപദേശം തങ്ങൾക്ക് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയ കാര്യം. ഏതായാലും അങ്ങനെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും അവിടെ കിടക്കുകയാണ്. തുറമുഖ മന്ത്രി VN വാസവന്റെ പ്രതികരണം നമ്മൾ തന്നെ കേട്ടതാണ്. കാരണം അദ്ദേഹം പറഞ്ഞു, വെറുതെ അങ്ങ് കയറി കേസെടുക്കാൻ കഴിയില്ല, നിയമ നടപടികളുണ്ട്. മാത്രവുമല്ല, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലത്തെ കേസെടുത്തിരിക്കുന്നത്. സർക്കാരിന് കേസെടുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പവും ഇല്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അതൊരു രാഷ്ട്രീയ വിഷയമായി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇനി FIRന് പുറത്തുള്ള തുടർ നടപടി അത് ശ്രദ്ധേയമായി മാറും. പ്രത്യേകിച്ച് പരാതിക്കാരൻ്റെ മൊഴിയെടുക്കുക നടക്കും. പക്ഷേ ഈ കേസിലെ ഒന്നാം പ്രതി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ-3 കപ്പലിൻ്റെ ഉടമയാണ്. രണ്ടാം പ്രതി ഷിപ്പ് മാസ്റ്ററാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും കപ്പൽ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെയും അതിൻ്റെ ഉടമയും ഒക്കെ കേരളത്തിലേക്ക് എത്തിച്ച് മൊഴിയെടുക്കുക സ്വാഭാവികമായും ചലഞ്ച് ഫുൾ ആണ്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര DG ഷിപ്പിംഗ് അവർ എടുക്കുന്ന നിലപാടും നിർണായകമാകും. പ്രത്യേകിച്ച് ഈ കേസിൻ്റെ പരിധി, സംഭവം നടന്നിട്ടുള്ള പരിധി അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പ്രധാനമാകും. ഒരു എക്സ്ക്ലൂസീവ് ക്രൈമായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ കരുതുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്കടക്കമുണ്ടായ നാശനഷ്ടം അതിൽ ശ്രദ്ധയൂന്നിയുള്ള FIR എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏതായാലും തുടർ മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ കേസുമായി മുന്നോട്ട് പോകും. അതിന് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തെ അടക്കം വീണ്ടും സമീപിക്കും എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. SKN. താങ്ക് യു ഷെഫീദ് റാവുത്തർ.